നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. നഷ്ടത്തിലായതൊക്കെ വിൽക്കണമെന്ന് CAG. നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ശുപാർശ. ആദ്യമായാണ് CAG ഇങ്ങനെയൊരു നിർദ്ദേശം കേരളത്തിന് നൽകുന്നത്. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സമർപ്പിച്ചു. ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. വർഷങ്ങളായി സർക്കാർ വായ്പയെടുത്ത് നൽകിയും മറ്റും പരിപാലിക്കുന്ന 36 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വായ്പയുടെ പലിശ പോലും നൽകാനായിട്ടില്ല. ഓഡിറ്റിംഗ് അടക്കം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല. 105 സ്ഥാപനങ്ങളിലും ഫിനാൻസ് അക്കൗണ്ടുകൾ പ്രകാരമുള്ള കണക്കുകളും PSCകളുടെ രേഖകൾ പ്രകാരമുള്ള കണക്കുകളും പൊരുത്തപ്പെടുന്നില്ല. സർക്കാരിന് കൂടുതൽ ബാധ്യതയുണ്ടാക്കുന്ന KSRTC 2016-17 മുതൽ കണക്ക് നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ആശീർവാദം ഏറ്റുവാങ്ങി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത മലങ്കര യാക്കോബായ സഭയുടെ കത്തോലിക്കയായി അഭിഷിക്തനായി. ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും. ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ അച്ചാനയിൽ പാത്രിയാർക്കീസ് ബാവയുടെ അരമനയിൽ പുതിയതായി നിർമ്മിച്ച സെന്റ് മേരീസ് പള്ളിയിലായിരുന്നു ചടങ്ങ് നടന്നത്. ആരോഗ്യത്തിന് കരുതലായി നഗരസഭയുടെ ബജറ്റ്. ആരോഗ്യ പരിസ്ഥിതി സംരക്ഷണത്തിന് തുല്യ പ്രാധാന്യം നൽകി നഗരസഭയുടെ ബജറ്റ്. ക്യാൻസർ മഹാമാരിയായി പടരുമ്പോൾ വേഗത്തിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നഗരത്തിൽ സൗജന്യ ക്യാൻസർ രോഗ നിർണയ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നതാണ് മുഖ്യ പ്രഖ്യാപനം. ഇതോടൊപ്പം നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സബ്സിഡി അനുവദിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ K. രാജു അവതരിപ്പിച്ച 2025-26 ബജറ്റിലെ പ്രധാന പ്രഖ്യാപനത്തിലുണ്ട്. ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 77 കോടിയും സീറോ കാർബൺ ട്രിവാൻഡ്രം പദ്ധതിക്കായി 100 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ വൃദ്ധർക്ക് ചികിത്സ, മരുന്ന്, പോഷകാഹാര വിതരണം എന്നിവ നൽകുന്നതുൾപ്പെടെയുള്ള വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 40 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. മെച്ചപ്പെട്ടതും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകുമെന്ന് മന്ത്രി R. ബിന്ദു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ അനുവദിക്കുന്ന നിയമനിർമ്മാണ ബിൽ നിയമസഭ കഴിഞ്ഞ ദിവസം പാസാക്കി. ചില വ്യവസ്ഥകളിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ബില്ലിനെ എതിർത്തില്ല. KK രമ മാത്രമാണ് ബിൽ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സ്വകാര്യ സർവകലാശാലകളെ കെട്ടഴിച്ചു വിടില്ലെന്നും കൃത്യമായ നിയന്ത്രണം ഉണ്ടാകുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വ്യക്തമാക്കി. സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അനുമതി പിൻവലിക്കാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരിനുണ്ട്. ശബ്ദ വോട്ടോടെയാണ് സഭ ബിൽ അംഗീകരിച്ചത്. എന്നാൽ തങ്ങൾ 10 വർഷം മുൻപ് കൊണ്ടുവരാനിരുന്ന കാര്യം അന്നത്തെ പ്രതിപക്ഷം ഭരണത്തിൽ ഇരിക്കുമ്പോൾ കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് തന്നെ ബില്ലിനോട് പ്രതിപക്ഷത്തിന് തത്വത്തിൽ എതിർപ്പില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. രുചിയുടെ ആരോഗ്യം തീർത്ത് ആൻസി. ചെറുധാന്യങ്ങളിൽ കൊതിയൂറും വിഭവങ്ങൾ ഒരുക്കി രുചിയും ആരോഗ്യവും വിളമ്പുകയാണ് ആൻസി മാത്യു. പോഷക കലവറയായ മില്ലറ്റുകളിൽ നിന്ന് ഉപ്പുമാവ്, ദോശ, ഇഡലി, കുക്കീസ്, കേക്ക്, പായസം, റസ്ക്, ബർഗർ, നുറുക്ക്, പക്കാവട, സൂപ്പ്, കാപ്പി, കട്ട്ലറ്റ്, ലഡ്ഡു തുടങ്ങി നിരവധി വിഭവങ്ങളാണ് പാല ഞാവള്ളിമംഗലത്ത് വീട്ടിൽ ആൻസി ഒരുക്കുന്നത്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്കും രോഗികൾക്കും വരെ കഴിക്കാം. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 2023 മില്ലറ്റ് ഇയറായി പ്രഖ്യാപിച്ചപ്പോഴാണ് ആൻസി പുതുപരീക്ഷണം തുടങ്ങിയത്. കോയമ്പത്തൂരിലെ എക്സിബിഷനിൽ കിട്ടിയ തിനയുടെയും എറണാകുളത്തെ എക്സിബിഷനിൽ ലഭിച്ച മണിച്ചോളത്തിന്റെയും വിത്തുപയോഗിച്ച് വീടിനോട് ചേർന്ന് കൃഷിയൊരുക്കി. പരീക്ഷണാടിസ്ഥാനത്തിൽ കഞ്ഞിയാണ് മില്ലറ്റിൽ ആദ്യം ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടതോടെ പോപ്കോണിലേക്കും മറ്റു പലഹാരങ്ങളിലേക്കും മാറി. ആ ചിരി ഓർമ്മയായിട്ട് 2 വർഷം. 5 പതിറ്റാണ്ടിലേറെ കാലം മലയാളിയെ ചിരിപ്പിച്ച ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം. ഹാസ്യ നടനായും സ്വഭാവ നടനായും സിനിമയിൽ നിറഞ്ഞു നിന്ന് 700-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. ഇന്നസെന്റ് പകർന്നാടിയ മാന്നാർ മത്തായിയും കിട്ടുണ്ണിയും ഉൾപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇന്നും ചിരി സമ്മാനിക്കുന്നു. ചിരി നിറഞ്ഞ ജീവിതയാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി എത്തിയ ക്യാൻസറിനെതിരെ ധീരമായി പോരാടി. ക്യാൻസർ വാർഡിലെ ചിരി എന്ന ആത്മകഥ ഒട്ടേറെ പേർക്ക് പ്രചോദനം പകർന്നു. പാച്ചുവും അത്ഭുതവിളക്കും ആണ് അവസാന ചിത്രം. 108 സേവനം നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധം.
ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള സർവീസ് നിർത്തിവെച്ച് കനിവ് 108 ആംബുലൻസ്. കഴിഞ്ഞ മാസത്തെ ശമ്പളം മുടങ്ങിയതിലാണ് പ്രതിഷേധം. INTUC, BMS, CITU സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. അപകട സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള സർവീസ് മാത്രമാണ് ഇപ്പോഴുള്ളത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായുള്ള കരാർ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായ EMR ഐ ഗ്രീൻ ഹെൽത്ത് സർവീസ് എന്ന സ്ഥാപനത്തിനാണ് 108 ആംബുലൻസുകളുടെ പ്രവർത്തന ചുമതല. ഈ കമ്പനിയാണ് ശമ്പളം നൽകേണ്ടത്. 3 മാസം കൂടുമ്പോൾ കമ്പനി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബിൽ സമർപ്പിക്കും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം സർക്കാർ നേരിട്ട് നടപ്പാക്കും. യോഗ്യരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമിതികൾ രൂപീകരിക്കുകയും ചെയ്തു. 3% ഭിന്നശേഷി നിയമനമാണ് സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്നത്. സംസ്ഥാനതല സമിതിയുടെ ചെയർമാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരിക്കും. ജില്ലാതല സമിതിയായിരിക്കും യോഗ്യരായവരെ കണ്ടെത്തുന്നത്. ജില്ലാതല സമിതികൾ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നത്. മാനേജ്മെന്റിനാണ് കമ്മിറ്റി കണ്ടെത്തുന്നവരെ നിയമിക്കാനുള്ള ബാധ്യത. നേരത്തെ യോഗ്യരായവരെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മാനേജ്മെന്റുകൾ നിയമനം വൈകിപ്പിച്ചിരുന്നു. കേരളത്തിലെ ആത്മഹത്യാ കണക്കുകൾ ഞെട്ടിക്കുന്നത്. ഭയപ്പെടുത്തും വിധം സംസ്ഥാനത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നെന്ന് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. കഴിഞ്ഞ വർഷം 10,779 പേരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ ഈ വർഷം മാർച്ച് 16 വരെയുള്ള 2.5 മാസത്തിനുള്ളിൽ ജീവിതം അവസാനിപ്പിച്ചവർ 1,785 പേരാണ്. മുൻ വർഷങ്ങളിൽ തിരുവനന്തപുരമാണ് ആത്മഹത്യയിൽ മുന്നിലെങ്കിൽ ഈ വർഷം ഇതുവരെ കൊല്ലമാണ് മുന്നിൽ. കുറവ് വയനാട്ടിൽ. സംസ്ഥാനത്ത് പ്രതിദിനം 30 ആത്മഹത്യകളും 600 ആത്മഹത്യാ ശ്രമങ്ങളും നടക്കുന്നു. വിവാഹിതരായ പുരുഷന്മാരാണ് കൂടുതൽ. കുടുംബ ആത്മഹത്യകളുടെ കാര്യത്തിലും കേരളം മുന്നിലാണ്. കേരളത്തിൽ സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം 20:80 ആണ്. കൂടുതൽ ആത്മഹത്യകളും കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ. ദേശീയ ആത്മഹത്യാ നിരക്ക് 1,00,000 പേരിൽ 13 ആണെങ്കിൽ കേരളത്തിൽ അത് 28-ന് മുകളിലാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ആത്മഹത്യാ നിരക്ക് 4 മടങ്ങാണെങ്കിലും ആത്മഹത്യാ പ്രവണത കൂടുതൽ സ്ത്രീകളിലാണ്. പ്രായം കൂടുന്തോറും ആത്മഹത്യാ പ്രവണത കൂടുന്നു. മയക്കുമരുന്നിന്റെയും ഓൺലൈൻ ഗെയിമിന്റെയും ഭാഗമായി അടുത്തിടെ ചെറുപ്പക്കാരിലും ആത്മഹത്യ കൂടുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി ഇന്ത്യ. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 50%-ലധികം ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഇന്ത്യക്കെതിരായ പകരച്ചുങ്കം ഏപ്രിൽ 2 മുതൽ നടപ്പാക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കണക്കിലെടുത്താണ് $2,300 കോടി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറയ്ക്കുന്നത്. ഇതോടെ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ ഏറെ മുന്നേറാനാകുമെന്ന് വാണിജ്യ മന്ത്രാലയം വിലയിരുത്തുന്നു. നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 5 മുതൽ 30% വരെ ശരാശരി തീരുവയാണ് ഈടാക്കുന്നത്. ഇതിൽ 55% ഉൽപ്പന്നങ്ങളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയോ കുത്തനെ കുറയ്ക്കാനോ സർക്കാർ തയ്യാറാകും. ആഘോഷങ്ങൾക്ക് സപ്ലൈകോയിൽ 40% വിലക്കുറവ്. റംസാൻ, ഈസ്റ്റർ, വിഷു പ്രമാണിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ വിലക്കുറവുണ്ടാകുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. സപ്ലൈകോ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാർച്ച് 30 വരെ റംസാൻ ഫെയറും ഏപ്രിൽ 10 മുതൽ 19 വരെ വിഷു, ഈസ്റ്റർ ഫെയറും നടക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണമടയ്ക്കൽ ഓൺലൈനിൽ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന പണമിടപാട് കൗണ്ടറുകൾ പൂട്ടാൻ സർക്കാർ തീരുമാനം. കൗണ്ടറുകൾ പൂട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതത് വകുപ്പുകളിലേക്ക് തിരിച്ചു വിളിക്കും. ഇത് സംബന്ധിച്ച് സ്ഥാപനങ്ങൾക്ക് ഉടൻ നിർദ്ദേശം നൽകും. എല്ലാ സ്ഥാപനങ്ങളും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് എത്തുന്നതും പണമിടപാട് കൗണ്ടറുകളുടെ ഉപയോഗം കുറയുന്നതും കണക്കിലെടുത്താണ് തീരുമാനം. എന്നാൽ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പണമടയ്ക്കുന്ന സാധാരണക്കാരെ തീരുമാനം വലയ്ക്കും. സർക്കാർ സ്ഥാപനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പണമടയ്ക്കാൻ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ രാവിലെ 9 തൊട്ട് 3 വരെയാണ് സമയം. കോവിഡിന് മുൻപ് വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും കൗണ്ടറുകൾ പ്രവർത്തിച്ചിരുന്നു. പേയ്മെന്റിന് സ്വകാര്യ ആപ്പുകളോടൊപ്പം സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ആപ്പും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഓൺലൈനായി പണമടയ്ക്കുന്നവരുടെ എണ്ണം കൂടി. ഇതോടെ പണമിടപാട് കൗണ്ടർ പ്രവർത്തിക്കാനുള്ള സമയം സ്ഥാപനങ്ങൾ പരിമിതപ്പെടുത്തുകയായിരുന്നു. ആദരാഞ്ജലികൾ. നടൻ മനോജ് ഭാരതിരാജ അന്തരിച്ചു. പ്രമുഖ സംവിധായകൻ ഭാരതിരാജയുടെ മകനായിരുന്നു മനോജ്. 18ഓളം തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1999 പിതാവ് ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് മനോജ് എത്തുന്നത്. കായിക ലോകം.
നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ ബ്രസീലിനെ വീഴ്ത്തി അർജന്റീന. കയ്യാങ്കളിയുടെ കാര്യത്തിൽ വീറും വാശിയും ആവോളം കണ്ടെങ്കിലും ഏറെക്കുറെ ഏകപക്ഷീയമായി മാറിയ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ വീഴ്ത്തി അർജന്റീന. അർജന്റീനയുടെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 4-1 അവർ ജയിച്ചു കയറിയത്. ബ്രസീലിനെതിരായ മത്സരത്തിന് തൊട്ടു മുൻപ് തന്നെ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയ അർജന്റീന ബത്ത വൈരികൾക്കെതിരായ തകർപ്പൻ വിജയത്തോടെ ലോകകപ്പ് യോഗ്യതാ നേട്ടം രാജകീയമാക്കി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ അർജന്റീന 3-1 മുന്നിലായിരുന്നു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പാൻക്രിയാസിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ 7 ഭക്ഷണ വിഭവങ്ങൾ ശീലമാക്കാം. ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് പാൻക്രിയാസ് ഗ്രന്ഥി. വയറിലെത്തുന്ന അസിഡിക് ഭക്ഷണത്തെ നിർവീര്യമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡുകൾ തുടങ്ങിയവ ദഹിപ്പിക്കാനും പാൻക്രിയാസ് സഹായിക്കുന്നു. ദഹനത്തെ സഹായിക്കുന്ന ദീപന രസങ്ങൾക്ക് പുറമെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഹോർമോണുകളും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടത് ഇതിനാൽ വളരെ പ്രധാനമാണ്. പാൻക്രിയാസിന് വരുന്ന തകരാറുകൾ പ്രമേഹം, ഹൈപ്പർഗ്ലൈസീമിയ, പാൻക്രിയാറ്റിക് അർബുദം തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. നാം പ്രതിദിനം കഴിക്കുന്ന പല ഭക്ഷണങ്ങളും പാൻക്രിയാസിന്റെ ആരോഗ്യത്തെ ഗണ്യമായി സ്വാധീനിക്കാറുണ്ട്. പാൻക്രിയാസിനെ നല്ല ഉഷാറാക്കി നിർത്താൻ ഇനി പറയുന്ന ഭക്ഷണ വിഭവങ്ങൾ സഹായിക്കും. മഞ്ഞൾ, വെളുത്തുള്ളി, ചീര, ബ്രോക്കോളി, ചുവന്ന മുന്തിരി, മധുരക്കിഴങ്ങ്, പനിക്കൂർക്ക എന്നിവയാണ് ഈ 7 സുപ്രധാന വിഭവങ്ങൾ. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.